വെൽക്കം ബാക്ക് സ്റ്റുഡൻസ്. KTU എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് മൊഡ്യൂൾ 3 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. സെക്ഷൻസിൽ ഒരു 4 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു. നമ്മൾ സെക്ഷൻ ഓഫ് സോളിഡ്സ്, അതായത് സെക്ഷൻ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു VP ആണ് ആദ്യം ചെയ്തത്. അത് കഴിഞ്ഞ് പെർപെൻഡിക്കുലർ ടു HP ഒരു ക്വസ്റ്റ്യൻ ചെയ്തു. ഓക്കെ, ഈ വീഡിയോയിൽ നമുക്ക് സെക്ഷൻ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു HP തന്നെ വേറൊരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ, എ റൈറ്റ് സർക്കുലർ കോൺ ഓഫ് 50 mm base circle diameter and 60 mm height is resting on its base on the ground. It is cut by a vertical plane inclined at 40 degree to VP. The plane being at minimum distance of 15 mm from the axis of the cone, draw the sectional elevation. Also project the true shape of the section. Assume that the section is in front of the axis. ഓക്കെ, നമ്മൾ നേരത്തെ പിരമിഡിന് ചെയ്ത് അതുപോലത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇവിടെ പിരമിഡ് മാറി കോണായ മാത്രം. അപ്പോൾ കോണിന്റെ ഡയമീറ്റർ 50 mm ആണ്. ഡയമീറ്റർ പറഞ്ഞിരിക്കുന്നത് 50 mm സ്പേസ് ഇട്ടിട്ടാണ് വരച്ച് സ്റ്റാർട്ട് ചെയ്യാൻ. ഇപ്പം അത്യാവശ്യം സ്പേസ് താഴെ കൊടുത്തിട്ട് നമുക്ക് വരച്ച് സ്റ്റാർട്ട് ചെയ്യാം. $50 ആണ് ബേസ് ഡയമീറ്റർ. ഡയമീറ്റർ ആണ് പറഞ്ഞിരിക്കുന്നത് 50 mm. നമുക്ക് 50 mm ഡയമീറ്റർ ഉള്ളൊരു സർക്കിൾ വരയ്ക്കാം. ഓക്കെ, 50 mm ഡയമീറ്റർ ഉള്ളൊരു സർക്കിൾ വരച്ചു. നെക്സ്റ്റ് നേരെ ഫ്രണ്ട് വരയ്ക്കാം. നമ്മൾ നേരത്തെ ചെയ്ത പോലെയാണ് 8 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. എങ്കിലും നമുക്ക് സെക്ഷൻ പോയിന്റ്സ് കറക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. ഈ ആക്സിസിന്റെ ഹൈറ്റ് പറഞ്ഞിരിക്കുന്നത് 60 mm ആണ്. ഓക്കെ, 60 mm ഹൈറ്റ് മാർക്ക് ചെയ്തു. നീയും കൂടെ ചെയ്യാം. ഇനി സെക്ഷൻ പ്ലെയിന്റെ കണ്ടീഷൻ നോക്കാം. പറഞ്ഞിരിക്കുന്നത് സെക്ഷൻ പ്ലെയിൻ എത്ര ഡിസ്റ്റൻസിലാണെന്നുള്ളതാണ് നോക്കേണ്ടത്. മിനിമം ഡിസ്റ്റൻസ് ഓഫ് 15 mm ഫ്രം ദ ആക്സിസ് ഓഫ് ദ കോൺ. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പം 15 mm ഇപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത പോലെ 15 mm ഡിസ്റ്റൻസിൽ ഒരു സർക്കിൾ വരയ്ക്കാം. സർക്കിൾ വരച്ചു. നമുക്ക് ആംഗിൾ പറഞ്ഞിട്ടുണ്ട്. ആംഗിൾ 40 ഡിഗ്രി ടു VP. നേരത്തെ ചെയ്ത് അതുപോലെ തന്നെ നമുക്ക് ഈ സർക്കിളിന് ടാൻജന്റ് ആയിട്ട് വരുമ്പോൾ വേണം 40 ഡിഗ്രി കിട്ടുകയും വേണം. അങ്ങനെയാണ് ഇവിടെ നമുക്ക് ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് ആദ്യം ഒരു 40 ഡിഗ്രി എടുത്തിട്ട് പാരലൽ മൂവ് ചെയ്ത് പോകുന്നതായിരിക്കും എളുപ്പം. ഇവിടെ നമ്മളൊരു 40 ഡിഗ്രി മാർക്ക് ചെയ്യുന്നു. പാരലായിട്ട് മൂവ് ചെയ്ത് പോവാം. ഈ ഒരു പോയിന്റിൽ വെച്ച് 40 ഡിഗ്രി ടാൻജൻഷ്യലായിട്ട് വന്നു. അതുവഴിയാണ് നമ്മളെ സെക്ഷൻ പ്ലെയിൻ പാസ് ചെയ്യുക. സെക്ഷൻ പ്ലെയിൻ റെപ്രസെന്റേഷൻ കൊടുക്കാം.
എൻഡ് ഡാർക്ക് ആക്കുക. മുകളിലേക്ക് ആരോ മാർക്ക് ഇടുക, HTന്ന് മാർക്ക് ചെയ്തു. ദെൻ നമുക്കറിയാം ഇവിടെ കട്ട് ചെയ്യുന്ന പോകുന്ന പോർഷൻസ് ആണ്. അപ്പോൾ അവിടെ എല്ലാം ഇത്രയും പോർഷൻസ് ഡോട്ടഡ് ആയിട്ട് വേണം മാർക്ക് ചെയ്യാനായിട്ട്. ദെൻ ബാക്കി പോർഷൻസ് ഡാർക്ക് ആക്കണം. ഇപ്പോൾ ഇവിടുന്ന് ബാക്കി റിമൈനിങ് സർക്കിളിൻ്റെ പോർഷൻസ് ഡാർക്കായിട്ട് മാർക്ക് ചെയ്യുക. ബാക്കി പോർഷൻ ഡാർക്ക് ആക്കി ഡോട്ടഡ് ആക്കി. അപ്പോൾ സെക്ഷണൽ ടോപ്പ് വ്യൂ എന്നുള്ള കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് വേണ്ടത് സെക്ഷണൽ ഫ്രണ്ട് വ്യൂ ആണ്. ഫ്രണ്ട് വ്യൂ കിട്ടാൻ വേണ്ടി ഓരോ പോയിന്റ്സിനെയും നെയിം ചെയ്യാം. സെക്ഷൻ ചെയ്യുന്ന പോയിന്റ്സ് ഇവിടെ നമുക്ക് AB അല്ലെങ്കിൽ H, ഇത് H ആണ്, AB അല്ല. AHനെ കട്ട് ചെയ്യുന്നത് നമ്മൾ 1 എന്ന് മാർക്ക് ചെയ്തു. ദെൻ OBയെ കട്ട് ചെയ്യുന്ന പോയിന്റ് 2, OCയെ കട്ട് ചെയ്യുന്ന പോയിന്റ് 3, ദെൻ CDയെ കട്ട് ചെയ്യുന്ന പോയിന്റ് 4. ഓക്കെ, 4 പോയിന്റ്സ് ആണ്. അപ്പോൾ ഈ 4 പോയിന്റ്സും നേരെ മുകളിലേക്ക് എടുക്കണം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ AHന് കട്ട് ചെയ്യുന്ന പോയിന്റ് ആണ്. നേരെ മുകളിലേക്ക് വരുമ്പോൾ ഏകദേശം Aയിൽ തന്നെ ആയിരിക്കും. AHന്റെ ഇടയ്ക്കാണ് വരേണ്ടത്. മുകളിലേക്ക് പ്രൊജക്ട് ചെയ്യുമ്പോൾ Aയിൽ തന്നെ ആയിരിക്കും വരിക. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് നമുക്ക് Aയിൽ തന്നെ ഫസ്റ്റ് പോയിന്റ് കിട്ടി. ദെൻ സെക്കൻഡ് പോയിന്റ് OB. അപ്പോൾ നേരെ മുകളിലേക്ക് OBയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. നേരെ മുകളിലേക്ക് വരയ്ക്കാം. OBയിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് 2. ദെൻ OC സെൻട്രൽ ലൈൻ ആണ്, അത് വരയ്ക്കുന്നത് പറയാം. OD എന്ന് പറഞ്ഞാൽ ഫോർത്ത് പോയിന്റ് എന്ന് പറഞ്ഞാൽ CD ആണ്. അപ്പോൾ നേരെ CD ലൈനിലേക്ക് വേണം ട്രാൻസ്ഫർ ചെയ്യാം. നേരെ മുകളിലേക്ക് വരയ്ക്കുക. ഈ ലൈനാണ് CD. ഇപ്പോൾ ഇവിടെ മീറ്റ് ചെയ്യുന്ന ഈ ഒരു പോയിന്റ് ആണ് 4. ഞാൻ 3 എടുക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ ആക്സസിലെ പോയിന്റ് ചെയ്ത പോലെ തന്നെയാണ് ഇവിടെയും ചെയ്യുക. നേരത്തെ ചെയ്തതിന്റെ റിവേഴ്സ്. നേരത്തെ നമ്മൾ ഇവിടെ ആക്സസിൽ ഒരു പോയിന്റ് ആണ്, ഇവിടെ റൈറ്റിലേക്ക് എടുത്തു, നേരെ താഴേക്ക് എടുത്തു, ആർക്ക് എടുത്തു, അങ്ങനെയാണ് ചെയ്തത്. ഇവിടെ നേരെ റിവേഴ്സ്. അപ്പോൾ ഫസ്റ്റ് ആർക്ക് എടുക്കണം. 3 എന്നുള്ള പോയിന്റ് ഇവിടെയാണ്. അപ്പോൾ നേരെ അവിടുന്ന് നേരെ ആർക്ക് എടുത്ത് ഏതെങ്കിലും ഒരു ലൈനിലേക്ക്, ഇപ്പൊ നമ്മൾ OEയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ OEയിലേക്ക് നമ്മൾ ആർക്ക് എടുത്തുകൊണ്ട് OEയിലെ ഒരു പോയിന്റ് ആക്കി മാറ്റി അവിടുന്ന് നേരെ മുകളിലേക്ക് വയ്ക്കാം. നമുക്ക് OEയിലേക്ക് ഡയറക്റ്റ് എടുക്കാൻ പറ്റും. ഇവിടെ നേരെ OEയിലേക്ക് എടുക്കുക. ഇവിടെ ആ പോയിന്റ് ഫയലിൽ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ OCയിലേക്കാണ്. നേരെ OCയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇവിടെ കിട്ടുന്ന പോയിന്റാണ് 3 എന്ന് പറയുന്ന പോയിന്റ്. ഓക്കെ, അപ്പോൾ 4 പോയിന്റ്സ് നമുക്ക് കിട്ടി. 1, 2, 3, 4. ഇവിടെ ചെയ്യുമ്പോൾ ഇവിടെ ഈ 4 പോയിന്റ്സ് നമ്മൾ കർവായിട്ട് വേണം ജോയിൻ ചെയ്യാനായിട്ട്. സിലിണ്ടർ കോണൊക്കെ വരുമ്പോൾ കേർഡ് പോയിന്റ്സ് ആയിരിക്കും വരിക. അപ്പോൾ നമ്മൾ കർവായിട്ട് വേണം ജോയിൻ ചെയ്യാൻ. പഞ്ചാബ് യൂസ് ചെയ്ത് വരയ്ക്കുക, അല്ലെങ്കിൽ ഡയറക്റ്റ് ഇങ്ങനെ വരച്ചാൽ മതി. ഓക്കെ, അപ്പം ഇതാണ് ആ ഒരു കർവ് കിട്ടുന്നത്. നമുക്ക് ബാക്കി പോർഷൻസ് ഡാർക്ക് ആക്കാം. ഇവിടെ നമുക്ക് ശരിക്കും പുറത്തെ പോർഷൻസ് മാത്രം ഡാർക്ക് ആക്കേണ്ട ആവശ്യമുള്ളൂ, കാരണം ബാക്കിയെല്ലാം ഇമാജിനറി ലൈൻസ് ആണ്. അപ്പോൾ ഈ പോർഷൻ മാത്രം ഡാർക്ക് ആക്കിയാൽ മതി. നമുക്ക് ഹാച്ചിങ് ലൈൻസ് കൊണ്ട് ഷെയ്ഡഡ് പോർഷൻസ് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ സെക്ഷണൽ ഫ്രണ്ട് വ്യൂ ആയി, സെക്ഷണൽ ടോപ്പ് വ്യൂ ആയി. ഇനി ട്രൂ ഷേപ്പ് ആണ് വേണ്ടത്. ട്രൂ ഷേപ്പ് കിട്ടാൻ വേണ്ടി ഇവിടെ നമുക്ക് താഴേക്ക് വരയ്ക്കാൻ സ്ഥലമില്ല, അതുകൊണ്ട് നമുക്ക് മുകളിലേക്ക് വരയ്ക്കാം. സെക്ഷൻ ലൈന് അല്ലെങ്കിൽ സെക്ഷൻ ലൈന് പാരലായിട്ട് മുകളിലേക്ക് ഒരു ലൈൻ വരയ്ക്കാം. ഒന്നെങ്കിൽ ഇങ്ങനെ വരയ്ക്കാം, അല്ലെങ്കിൽ സെറ്റ് സ്ക്വയർ സ്കെയിൽ വെച്ച് കറക്റ്റ് പെർപെൻഡിക്കുലർ ആയിട്ട് മൂവ് ചെയ്ത് വേണമെങ്കിൽ വരയ്ക്കാം. ഇപ്പോൾ നമ്മൾ ഏകദേശം എന്നുള്ള രീതിയിൽ പാരൽ നോക്കി വരയ്ക്കുകയാണ്. എക്സാം ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് മൂവ് ചെയ്താൽ കറക്റ്റ് വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇനി പാരലായിട്ട് ഒരു റെഫറൻസ് ലൈനോട് വരച്ച് അതിന് പേര് കൊടുത്ത് X1, X1, Y1. ഇത് പഴയ ചെയ്യുന്ന പോലെ തന്നെ ഈ ലൈനിലേക്ക് പെർപെൻഡിക്കുലൈസ് വരയ്ക്കണം.
എല്ലാ പോയിന്റ്സിനും ആ ഒരു ലൈനിലേക്ക് പെർപെൻഡിക്കുലൈസ് വരയ്ക്കുക. ഈ 4 പോയിന്റ്സിനും പെർപെൻഡിക്കുലർ വരച്ചു. ഇനി കറസ്പോണ്ടിങ് ഡിസ്റ്റൻസ് എടുത്ത് മാർക്കണം. ഫസ്റ്റ് 1ന്റെ പെർപെൻഡിക്കുലർ ആണ്, അതിൽ മാർക്കേണ്ട ഡിസ്റ്റൻസ് എക്സ് വൈ ലൈൻ തൊട്ട് 1 വരെയാണ്. പക്ഷെ 1 എന്ന് പറഞ്ഞാൽ എക്സ് വൈ ലൈൻ തന്നെയാണ്, അപ്പോൾ 1 മാർക്ക് ചെയ്തു. അതുപോലെ 4ഉം എക്സ് വൈ ലൈൻ തന്നെയാണ്, അപ്പോൾ 4 നമുക്ക് ആദ്യം തന്നെ മാർക്ക് ചെയ്യാം. ദെൻ 2 എന്ന് പറയുമ്പോൾ 2ന്റെ പെർപെൻഡിക്കുലർ ഇതാണ്, മാർക്ക് ചെയ്യുന്ന ഡിസ്റ്റൻസ് എക്സ് വൈ ലൈൻ തൊട്ട് 2ന്റെ ഫ്രണ്ട് വ്യൂ ഈ ഡിസ്റ്റൻസ് എടുക്കണം, 2 മാർക്ക് ചെയ്യണം. അതുപോലെ എക്സ് വൈ ലൈൻ തൊട്ട് 3 വരെയുള്ള ഡിസ്റ്റൻസ് എടുക്കണം, 3യുടെ പെർപെൻഡിക്കുലറിൽ 3 മാർക്ക് ചെയ്യണം. ആക്ച്വലി ഡാഷ് ആണ്, 1 ഡാഷ് 2 ഡാഷ് 4 ഡാഷ് 1 2 3 4. ഇതാണ് ട്രൂ ഷേപ്പ് വരിക. ഇവിടെ നമ്മൾ ആർക്കായിട്ട് തന്നെ വേണം ജോയിൻ ചെയ്യാൻ. ഇതാണ് ട്രൂ ഷേപ്പ്. സെക്ഷൻ ഫ്രണ്ട് ടോപ്പ് ആയി ട്രൂ ഷേപ്പ് ഓഫ് ദ സെക്ഷൻ. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇൻ ഫ്രണ്ട് ഓഫ് ആക്സിസ് ആണെന്ന് പറഞ്ഞു, ആ ആക്സിസിന് ഫ്രണ്ട് ആയിട്ട് തന്നെയാണ് വരച്ചിരിക്കുന്നത്. അപ്പം സെക്ഷൻ ടോപ്പ് ആയി ഫ്രണ്ട് ആയി ട്രൂ ഷേപ്പ് ഓഫ് ദ സെക്ഷൻ. അപ്പൊ ഇങ്ങനെയാണ് സെക്ഷന്റെ ക്വസ്റ്റ്യൻ. സെക്ഷന്റെ ക്വസ്റ്റ്യൻ മാക്സിമം ഇത്രയൊക്കെയാണ് വരാറ്. 2 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, സെക്ഷൻ പ്ലെയിൻ പെർപെൻഡിക്കുലർ എച്ച് പി വരാം, പെർപെൻഡിക്കുലർ ടു വി പി വരാം. 2 കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. സിലിണ്ടർ നമ്മൾ ചെയ്തില്ല, സിലിണ്ടർ ഏകദേശം ഇങ്ങനെയാണ് തന്നെയാണ് വരിക, വലിയ വ്യത്യാസമൊന്നുമില്ല. പ്രിസം വരച്ച പോലെ തന്നെയായിരിക്കും സിലിണ്ടറിലും വരിക. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ വേണമെങ്കിൽ സെക്ഷന്റെ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഡെവലപ്മെന്റ്, അതായത് ഇതിന്റെ സെക്കൻഡ് പാർട്ട് 3rd മൊഡ്യൂളിനെ ഓവർ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന അടുത്തത് ഡെവലപ്മെന്റ് ആണ്. ഡെവലപ്മെന്റ് വരയ്ക്കുക അല്ലെങ്കിൽ സെക്ഷന്റെ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ മെസ്സേജ് ഇടുക. താങ്ക് യു.